ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഓർഡർ ചെയ്ത ഒരു പാഴ്സൽ എനിക്ക് ലഭിച്ചതാണ്. നമുക്ക് ഈ പാക്കറ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ആക്ച്വലി ഇത് ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ, അന്ന് രാത്രിയിൽ തന്നെ അത് പാക്ക് ചെയ്ത് എനിക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ സിബിചേട്ടൻ അയച്ചിരുന്നു. പിറ്റേ ദിവസം തന്നെ അത് പോസ്റ്റ് ഓഫീസ് വഴിയായിട്ട് അത് അയച്ചു. അതിൻ്റെ അടുത്ത ദിവസം, ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്, അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ആ പാഴ്സൽ ഇവിടെ ലഭിക്കുവാനായിട്ടിടയായി. ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാധനങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് തന്നെ കാണാം. അങ്ങനെ നമ്മുടെ ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തിരുന്ന കാര്യങ്ങൾ എല്ലാം ഈ ബോക്സിൽ വന്നിട്ടുണ്ട്. ഒന്നാമതായി ഞാൻ ഓർഡർ ചെയ്തത് 2024 ഒരു കാറ്റലോഗാണ്. സായിനാഥ് റെഡ്ഡപ്പയുടെ ഇന്ത്യൻ കോയിനേജ്, ബ്രിട്ടീഷ് ഇന്ത്യ, പോർച്ചുഗീസ് ഇന്ത്യ, റിപ്പബ്ലിക് ഇന്ത്യയുടെ 1835 മുതൽ 2024 വരെ ഇറങ്ങിയിട്ടുള്ള നാണയങ്ങളുടെ ഒരു കാറ്റലോഗായിരുന്നു ഒന്നാമതായി ഓർഡർ ചെയ്തിട്ടുള്ളത്. ഈ കാറ്റലോഗിൽ വളരെ വിശദമായി നാണയങ്ങളുടെ കാര്യങ്ങളൊക്കെയും വിശദമായി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ, അതിൻ്റെ പ്രത്യേകതകളുമൊക്കെയും വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണിത്. നാണയങ്ങൾ കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കുന്ന ഒരു പുസ്തകമാണിത്. ആർക്കെങ്കിലും ഈ പുസ്തകം ഇനി ആവശ്യമുണ്ടെങ്കിൽ സിബിചേട്ടൻ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. രണ്ടാമതായി ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു കാറ്റലോഗാണ്. ലെജൻഡ്സ് ഓഫ് ട്രാവൻകൂർ, എ ന്യൂമിസ്മാറ്റിക് ഹെറിറ്റേജ് എന്ന ഒരു പുസ്തകമാണ്. ഡോക്ടർ ജോസഫ് തോമസ് എന്ന വ്യക്തിയുടെ ഒരു പുസ്തകമാണ്. ട്രാവൻകൂർ കോയിൻസ് കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ബുക്കാണ്. അതിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ട്രാവൻകൂർ കോയിൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. അത് വിശദമായിട്ട് ഒന്ന് നമുക്കത് കാണാം. നല്ല പാക്കിംഗ് ആണ്. മനോഹരമായ കവറിലൊക്കെ ഇട്ടാണ് ഇത് അയച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ഡാമേജ് ഉണ്ടാകാത്ത രീതിയിലാണ് ഇതൊക്കെ അയച്ചിരിക്കുന്നത്. ഇതാണ് ആ പുസ്തകം. ഇതിൽ ട്രാവൻകൂർ കോയിൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോ രാജാക്കന്മാർ, നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന നാണയങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിശദമായ വിവരണങ്ങൾ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ട്രാവൻകൂർ കോയിൻസ് കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഉപയോഗപ്രദമാകുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. 1250 രൂപയാണ് ഇതിൻ്റെ MRP. അതിലൊക്കെയും വില കുറച്ച് സിബിചേട്ടനിൽ നിന്ന് ഈ പുസ്തകം നമുക്ക് കിട്ടുന്നതാണ്. പിന്നീട് ഞാൻ ഓർഡർ ചെയ്തത് കോയിൻസ് വയ്ക്കുവാനായിട്ടുള്ള ഹോൾഡറുകളാണ്. ഞാൻ കുറച്ച് ഓർഡർ ചെയ്തത്. അത് പല അളവിലുള്ള ഹോൾഡറുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ 15, 17, 20, 22.5, 25, 27.5, 30 അങ്ങനെയൊക്കെയുള്ള സൈസുകളിൽ കവറുകൾ ലഭ്യമാണ്. 27.5, 30, 33, 35, 40 വരെയുള്ള നമ്പറുകളിൽ നമുക്ക് കോയിൻ വയ്ക്കുവാനായിട്ടുള്ള ഹോൾഡറുകൾ ലഭ്യമാണ്. ഇത് 25 എണ്ണം ഉൾക്കൊള്ളുന്ന പാക്കറ്റുകളാണ്. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ മുതൽ ഏറ്റവും വലിയ നമ്പർ വരെയും കൊടുത്തിട്ടുണ്ട്. 40 mm വരെയുള്ള കോയിൻസ് വയ്ക്കാനായിട്ടുള്ള ഹോൾഡറുകൾ ലഭ്യമാണ്. ആവശ്യാനുസരണം നിങ്ങൾക്കത് വാങ്ങി ഉപയോഗിക്കാം. നാണയങ്ങൾ കൃത്യമായി നമുക്ക് സൂക്ഷിക്കുവാനായി വളരെയധികം ഉപയോഗപ്രദമായിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഹോൾഡറുകൾ എന്നുള്ളത്. ഈ ഹോൾഡറുകളിൽ നാണയം സൂക്ഷിച്ചാൽ വളരെ ഭംഗിയായി നമുക്കത് സൂക്ഷിക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യുവാനായിട്ട് കഴിയും. നാണയം വെച്ചതിന് ശേഷം സ്റ്റാപ്ലർ ചെയ്തോ ടേപ്പ് ചെയ്തോ ഒക്കെ ഇത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. ഇത് നാണയം ശേഖരിക്കുന്ന ഏവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. നാണയങ്ങൾ ഹോൾഡറുകളിൽ വെച്ചതിന് ശേഷമായി ഇതുപോലെയുള്ള കോയിൻ ഷീറ്റുകളിലാണ് അത് സൂക്ഷിച്ച് വയ്ക്കുന്നത്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കോയിൻ ഷീറ്റിൽ ആഡ് ചെയ്ത നാണയങ്ങളുടെ ഡീറ്റെയിലൊക്കെയും കൊടുത്തിട്ടുണ്ട്. കോയിൻ ഷീറ്റുകൾ ഇതുപോലെ പല അളവിലും പല രൂപത്തിലുമൊക്കെയുള്ള ഷീറ്റുകൾ ലഭ്യമാണ്. ക്യാപ്സൂളുകളിൽ വെക്കുന്നവർക്ക് വേണ്ടി പ്രത്യേക കോയിൻ ഷീറ്റുകൾ അവൈലബിൾ ആണ്. ഹോൾഡറിൽ വെച്ചതിന് ശേഷമായിട്ട് ഇതുപോലെയുള്ള ഓപ്പണിങ്ങിൽ കൂടെ നമുക്ക് ഇത് വയ്ക്കാവുന്നതാണ്. നാണയങ്ങൾ ഇതുപോലെയുള്ള
ഹോൾഡറുകളിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. നാണയത്തിൻ്റെ വലുപ്പം അനുസരിച്ചുള്ള ഹോൾഡറുകൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ കൃത്യം നടുഭാഗത്തായിട്ട് വരത്തക്ക രീതിയിൽ നാണയം വെച്ചതിന് ശേഷമായിട്ട് വശങ്ങളിൽ സ്റ്റാപ്ലർ ചെയ്ത് നമുക്കിത് സൂക്ഷിക്കാം. ഇതിൻ്റെ വിശദമായി വയ്ക്കുന്ന വിവരങ്ങളടങ്ങിയ സ്റ്റിക്കറുകൾ ലഭ്യമാണ്. അല്ല എങ്കിൽ നമുക്ക് അവിടെ എഴുതി ചേർക്കുവാനായിട്ട് സാധിക്കും. സ്റ്റാപ്ലർ ചെയ്യുമ്പോൾ അതിൻ്റെ പുറകുവശം തടിച്ചിരിക്കാത്ത രീതിയിൽ അത് ഭംഗിയായി പ്രസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ കോയിൻ ഷീറ്റുകൾ കീറാതെ ഇരിക്കും. ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന നാണയങ്ങൾ കോയിൻ ഷീറ്റുകളിലാണ് നമ്മൾ വയ്ക്കുന്നത്. ഇതാണ് കോയിൻ ഷീറ്റ്. ഈ കോയിൻ ഷീറ്റിൽ ഇതുപോലെ നമ്മൾ ഹോൾഡറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന നാണയങ്ങൾ ഓരോന്നായി നമുക്ക് ഈ ഷീറ്റുകൾക്കകത്തേക്ക് ഇങ്ങനെ വയ്ക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ നാണയങ്ങൾ വളരെ ക്രമമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഷീറ്റുകളിൽ ആഡ് ചെയ്ത് നമുക്ക് ഫയൽ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. നാണയങ്ങൾ സൂക്ഷിക്കുന്നതിനാവശ്യമായിരിക്കുന്ന ഹോൾഡറുകൾ, കോയിൻ ഷീറ്റുകൾ, അതുപോലെ ഫയലുകൾ, അങ്ങനെയുള്ള എല്ലാവിധമായിരിക്കുന്ന കാര്യങ്ങളും സി കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഐറ്റം വരെയും നമുക്ക് സി കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള സാധനങ്ങളും സി കമ്പനിയിൽ തന്നെ ഉണ്ട്. ആവശ്യമുള്ളവർ സിബി ചേട്ടനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.